Hello, welcome to Hacker Marketing School. ഇന്ന് പ്രത്യേകിച്ച് ബില്ലപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഫാക്ടിലേക്ക് കിടക്കാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസസോ പ്രൊമോട്ട് ചെയ്യുക. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ? ലൈക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. അതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ സെയിൽസ് കൺവേർഷൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ കൂടുതലാണ്. ബിക്കോസ് ഓർഗാനിക്കലി ഉള്ള കാര്യമാണ്. ആഡ്സ് റൺ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൂടും. ബിക്കോസ് കുറേ ആഡ്സ് ഇങ്ങനെ പോകുന്നുണ്ട്, സ്റ്റോറീസ് ആയിട്ടും അല്ലാതെ റീൽസ് ആയിട്ടും ഒക്കെ ആഡ്സ് ഉണ്ടാവും. ബട്ട് അതിനകത്ത് വരുന്ന കൺവേർഷൻസോ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ചിലവർ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി കയറി നോക്കുന്നവരുണ്ടാവും, ചിലവർ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ക്ലിക്ക് ചെയ്യുന്നവരുണ്ടാവും, ചിലവർ അറിയാതെ ക്ലിക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പെർ ക്ലിക്കിനൊക്കെ ആയിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുക. അവിടെ നമുക്കൊരു നഷ്ടം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഓർഗാനിക്കലി നമുക്ക് കൺവേർഷൻ റേറ്റ് കൂട്ടാൻ പറ്റും. ബിക്കോസ് ഇൻ്റർനെറ്റ് പൈസ കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ ഒരു കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് ഉറപ്പിച്ചിട്ടായിരിക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവുക. അതൊരു മെയിൻ ഫാക്ടറാണ്. പിന്നെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരും സ്ക്രീൻ ടൈം ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ വീട്ടിൽ പോയാലും ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാ മനുഷ്യരും ഫോണിൻ്റെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. നമ്മൾ മെജോറിറ്റി ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോണിലാണ്. വർക്ക് ചെയ്യുമ്പോഴായാലും 5 മിനിറ്റ് വർക്ക് ചെയ്യും, കുറച്ച് നേരം ഫോണിൽ, 5 മിനിറ്റ് പഠിക്കും, കുറച്ച് നേരം ഫോണിൽ. ഇതന്നെയല്ലേ അവസ്ഥ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, ഇനി ഭാവിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക അവസ്ഥയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോർ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് 3 ബില്യൺ മന്ത്ലി യൂസേഴ്സ് ആണുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ 3 ബില്യൺ യൂസേഴ്സ് ഉണ്ട്. ദെൻ ടിക്ടോക്ക് 1.5 ബില്യൺ, യൂട്യൂബ് 2 ബില്യൺ, പിന്നെ സ്നാപ്ചാറ്റ്സ്, ലിങ്ക്ഡിൻ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ ടിക്ടോക്കിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അതിന് ഇവിടെയൊക്കെ അത് ബാൻഡ് അല്ലേന്ന്. ചില രാജ്യങ്ങൾ മാത്രമേ അത് ബാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ടിക്ടോക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുറത്ത് നമ്മൾ ഇൻ്റർനാഷണലി നോക്കുന്നത് ഒരു കാര്യമാണെങ്കിൽ, ഒരു ബ്രാൻഡാണെങ്കിൽ ടിക്ടോക്ക് വേണം. ഇനി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മളെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് നോക്കാം. ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ബില്യൺസ് ഓഫ് ആൾക്കാരാണ് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പാരിസൺ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോട്ടീസ് അടിച്ചിട്ടാണ് നമ്മുടെ ബ്രാൻഡിനെ പറ്റി അല്ലെങ്കിൽ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യണേ വെച്ചോ. നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിൽ പോയി അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ മാത്രമേ അതിനെപ്പറ്റി അറിയുന്നുള്ളൂ. ഇപ്പോൾ ഒരു ബീച്ചിലാണെങ്കിൽ അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. പക്ഷേ ഇതേ സമയത്ത് നമ്മളൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ആൾക്കാരിലേക്ക് റീച്ച് ആവില്ലേ? ബിക്കോസ് 10 പൈസയിലാണ് നമുക്ക് കാര്യം നടന്നു കിട്ടും. ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ അറിയാത്തവരാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ള സംഭവമാണെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടാലും മതി. ക്യാൻവയൊക്കെ അതിനല്ലേ. കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻഗേജിങ് പോസ്റ്റുകൾ ഇടുകയാണെങ്കിൽ ഫോർ ഷുവർ നമുക്ക് റീച്ച് കിട്ടും. പിന്നെ അടുത്തതാണ് ഡിറക്റ്റ് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്. നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഓഡിയൻസ് ആയിട്ട് ഡയറക്റ്റ്ലി ഇൻ്ററാക്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റോറീസ് ത്രൂ ആണെങ്കിലും ലൈവ് സ്ട്രീംസ് ആണെങ്കിലും ചാറ്റ് സെഷൻ ഉണ്ട്, കോമൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഈ ഒരു സംഭവം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ മേക്സ് എ റിലേഷൻഷിപ്പ് ബെറ്റർ അല്ലേ? അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു ബ്രാൻഡ് വൈസ് നോക്കുകയാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ ഈസ് മസ്റ്റ്. അടുത്തത് ഓർഗാനിക് ലീഡ് ജനറേഷൻ. ഒരുപാട് ലീഡ്സ് വരും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറഞ്ഞറിഞ്ഞ് വരുമ്പോഴേക്കും ആ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ ഒരു വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ലീഡ്സ് വന്നിട്ടുണ്ടാവും. പിന്നെ ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. ബിക്കോസ് ചെറിയൊരു പൈസയ്ക്ക് ബൂസ്റ്റ് ചെയ്താൽ തന്നെ കുറച്ചധികം ആളുകളിലേക്ക് എത്തും. സ്മോൾ ബിസിനസ് ഓണേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷെ നമുക്ക് ഇവിടെ പൈസ ചിലവില്ലാതെ ഇൻ്റർനെറ്റിന് മാത്രം പൈസ അടച്ചുകൊണ്ട് എങ്ങനെ ഓർഗാനിക് ലീഡ്സ് കൊണ്ടുവരാം എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിയൻസിനെ മനസ്സിലാക്കണം. നമുക്ക് എങ്ങനത്തെ ഓഡിയൻസ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു നീഷ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് സോർട്ട് ചെയ്യേണ്ടത്. ബിക്കോസ് എല്ലാവർക്കും ഒന്നും ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 50 to 70 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ജെൻസി ഫിറ്റ്സ് കൊണ്ടിട്ടിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല.
അതുകൊണ്ട് എപ്പോഴും ഇരുന്ന് കഴിഞ്ഞിട്ട് മാത്രം കാല് നീട്ടാം. ഓക്കെ, ആക്ച്വലി നമ്മൾ ഓഡിയൻസിൻ്റെ ട്രസ്റ്റ് ഗെയിൻ ചെയ്താൽ തന്നെ പകുതി എഫേർട്ട് അവിടെ കുറഞ്ഞു കിട്ടും. ബിക്കോസ് പിന്നീട് അവർ ഷെയർ ചെയ്യും സ്റ്റോറീസും കൊലാബ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏജ്, ഇൻട്രസ്റ്റ്, ജെൻഡർ, ബിഹേവിയർ ഒക്കെ വെച്ച് ചൂസ് ചെയ്യുക. ജെൻഡർ എന്ന് പറഞ്ഞത് വേറെ തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പോൾ നമ്മൾ ലേഡീസ് വിയർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജെൻസിനെയും ടാർഗറ്റ് ചെയ്ത് പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ജെൻഡർ വെച്ചത്. അത് നോക്കണം, നമ്മൾ സെലക്ട് ചെയ്യുന്ന നീഷ് ഏതാണോ അതിന് ഏതൊക്കെ ആൾക്കാരാണ് വേണ്ടത് എന്ന് എല്ലാ സംഭവവും നോക്കിയിട്ട് വേണം അതിനകത്തേക്ക് ഇറങ്ങാൻ. പിന്നെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന് കണക്ക് കൂട്ടേണ്ടി വരില്ല. നമ്മൾ ഇന്ന ദിവസം വീഡിയോ ഇട്ടു, അതിന് ഇത്ര വ്യൂസ്, ഇത്ര ലൈക്സ് വന്നു, ഇതെന്താ ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. മറ്റെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, എത്ര ഇംപ്രഷൻസ്, എത്ര ഇൻട്രാക്ഷൻസ്, കാര്യങ്ങളൊക്കെ. പിന്നത്തെ കാര്യം കോസ്റ്റ് എഫിഷ്യൻസി. ട്രഡീഷണൽ അഡ്വർടൈസിങ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്, ലോ കോസ്റ്റ് ആണ്, വേണമെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെ അടുത്ത കാര്യം SEO കോണ്ടൻറ്റ്. നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കോണ്ടൻറ്റ്സ് ചെയ്യുന്നെങ്കിൽ, അതായത് നമ്മൾ ക്യാപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കില്ല, അതെല്ലാം ചെയ്യുന്നെങ്കിൽ നമുക്ക് ടോപ്പ് റാങ്കിങ്ങും കിട്ടും. അടുത്തത് ക്രിയേറ്റീവ് ഫ്ലെക്സിബിലിറ്റി. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അഫ്കോഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയാം. ബട്ട് സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് ആയിരിക്കണം. അല്ലാതെ നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഫുഡിൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോത്ത്സിൻ്റെ വീഡിയോസ് തന്നെ വേണം ട്രയൽ ആൻഡ് എറർ നടത്താനായിട്ട്. അതുകൊണ്ടാണ് ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് വേണമെന്ന് പറയുന്നത്. ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെന്ന് പറഞ്ഞിരിക്കാൻ ഇവിടെ എന്തായാലും പറ്റില്ല. നമുക്കൊരു പക്ക പ്ലാൻ വേണം. ഇന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അത് ഇവിടെയെന്നല്ല, എല്ലാ കാര്യത്തിലും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണെന്ന്. നമ്മളൊരു കാര്യത്തെ എയിം ചെയ്തിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ട്രയൽ ആൻഡ് എറർ ഉണ്ട് എന്ന് പറഞ്ഞ് തോന്നിയ വീഡിയോസ് ചെയ്തിടാതെ നമ്മുടെ നീഷ് എന്താണോ അതിനെ സംബന്ധിച്ചുള്ള ട്രയൽ ആൻഡ് എറർ നടത്തുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റെഗുലർലി പോസ്റ്റ് ചെയ്യുക. കൺസിസ്റ്റൻസി പ്ലസ് റിലേറ്റബിലിറ്റി ഈക്വൽസ് റീച്ച്. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചോ. പിന്നെ ക്വാളിറ്റി ഇറ്റ് മാറ്റേഴ്സ്, ബട്ട് സ്റ്റിൽ റിലേറ്റബിലിറ്റിയും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ റീച്ച് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ വല്ലപ്പോഴും ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ഓഡിയൻസിന് മനസ്സിലാവേണ്ട ഇങ്ങനൊരു സാധനം അവിടെ ഉണ്ടെന്നുള്ളത്. അവർക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മൾ വല്ലപ്പോഴും ഒരു വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ. നമ്മൾ വീഡിയോസ് ഇട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് അവരിലേക്ക് സ്ലോലി ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മളിതാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ബ്രാൻഡ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമുക്കിപ്പോൾ ഇൻസ്റ്റാ റീൽസ് നോക്കുകയാണെങ്കിൽ ചില ബ്രാൻഡിൻ്റെ ആഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോക്സ് ടെയിൽസ് എടുത്തോ. എന്നെ സംബന്ധിച്ച് ഞാൻ റീൽസ് കാണുമ്പോൾ 10 റീൽസ് കണ്ടാൽ അതിനകത്ത് 4 വട്ടമെങ്കിലും ഈ ഫോക്സ് ടെയിൽസിൻ്റെ റീല് വരും. അതുപോലെ നമ്മൾ ഇൻജെക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഓഡിയൻസിൻ്റെ മൈൻഡിലേക്ക്, ബ്രെയിനിലേക്ക് അത് കയറുള്ളൂ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ പോസ്റ്റേലല്ല, റീൽസോ പോസ്റ്റോ വെറുതെ ഇട്ട് പോകുന്നതല്ല. ഇറ്റ്സ് എ പ്രോസസ്സ്. ഫസ്റ്റ് വൺ, സ്ട്രാറ്റജി ബിൽഡിങ്. നമ്മൾ ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഗോൾ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക. രണ്ടാമത്തെ വരുന്നത് കോണ്ടന്റ് പ്ലാനിങ്. ഇത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എല്ലാ കോണ്ടൻസും എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്ക് ആവില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഒരു റീല് ലിങ്ക്ഡിന് വർക്കായിന്ന് വരില്ല. കാരണം ഇൻസ്റ്റാഗ്രാം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നാണ് ഒരു പൊതുധാരണ. പക്ഷേ ലിങ്ക്ഡിൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പല പ്ലാറ്റ്ഫോമിലേക്കും പല കോണ്ടൻസ് ആയിരിക്കും ആവശ്യം വരിക. അപ്പോൾ ആ രീതിക്കുള്ള കോണ്ടൻസ് പ്രിപ്പയർ ചെയ്യുക. അടുത്തതാണ് പ്രൊഡക്ഷൻ. നമ്മൾ ഈ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിപ്പോൾ തംബ്നെയിൽ ആയിക്കോട്ടെ, ഗ്രാഫിക്സ് ആയിക്കോട്ടെ, ഡിസൈൻ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് പ്രൊഡക്ഷൻ. ഇനിയത്തെ സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോട്ടോസ്, ഡിസൈൻസ്, ഗ്രാഫിക്സ് എന്താണെങ്കിലും പബ്ലിഷ് ചെയ്യുക. ഓരോ പ്ലാറ്റ്ഫോംസിൽ ഏത് പ്ലാറ്റ്ഫോംസിലേക്കാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് അതാത് പ്ലാറ്റ്ഫോമിലേക്ക് പബ്ലിഷ് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നതാണ് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്. നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ട് എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് കരുതി പാതിരാത്രിക്ക് പോയിട്ട് അവർക്ക് മെസ്സേജ് അയക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവരയക്കുന്ന DMസിന് മാന്യമായിട്ട് റിപ്ലൈസ് കൊടുക്കുക, കമൻസിന് റിപ്ലൈ ചെയ്യുക, അവരുടെ റിവ്യൂ കൺസിഡർ ചെയ്യുക. ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, അനാലിസിസ്. ഇപ്പോൾ ഉള്ള സ്ട്രാറ്റജി വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നോക്കുക. വർക്കിംഗ് അല്ലെങ്കിൽ അത് മാറ്റി വേറെ ട്രൈ ഔട്ട് ചെയ്യാൻ സംടൈംസ് ഡു ഫോളോ ട്രെൻഡ്സ് ടു. പക്ഷേ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രാറ്റജി ഒരു മാസം ട്രൈ ഔട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ റീച്ചോ കാര്യങ്ങളോ നോക്കിയിട്ട് ഇതെവിടെ എത്തുന്നില്ല, ഇതിന് ഇംപ്രഷൻസ് പോരാ, വ്യൂസ് പോരാ, റീച്ച് പോരാ പറഞ്ഞ്
വിലയിരുത്തരുത്. അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രാറ്റജി ഒരു 3 to 6 months ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട്, റീച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ട് വേണം മാറ്റാൻ വേണ്ടി. ഇനി സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ സക്സസ് വിലയിരുത്തുന്ന KPIs എന്താണെന്ന് നോക്കാം. KPI എന്ന് വെച്ചാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഫസ്റ്റ് വൺ, റീച്ച് ആൻഡ് ഇംപ്രഷൻ. നമ്മളിട്ടിരിക്കുന്ന കോണ്ടൻറ്റ് എത്ര പേര് കണ്ടു അല്ലെങ്കിൽ എത്ര പേരിലേക്ക് എത്തി എന്നുള്ള സാധനം. പിന്നത്തെ കാര്യം എൻഗേജ്മെൻറ്റ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ, സേവ്സ് എല്ലാം ഇതിനകത്താണ് വരുന്നത്. പിന്നെ ഫോളോവർ ഗ്രോത്ത് റേറ്റ്. നമ്മുടെ ഓരോ കോണ്ടൻറ്റിൽ നിന്നും എത്ര ഫോളോവേഴ്സ് വെച്ച് കയറി എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി പറ്റും. പിന്നെ കൺവേർഷൻ റേറ്റ്, സെയിൽസ്, പിന്നെ വരുന്നത് സൈനപ്സ്, ലാൻഡിംഗ് പേജ് ഒക്കെ ഈ കൺവേർഷൻ റേറ്റിൽ വരുന്നതാണ്. ഇനി ഹൗ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈസ് ഡൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇത് ഞാൻ ആക്ച്വലി ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാവുമായിരുന്നു. ഈ 3 സ്റ്റെപ്സ് ഓർത്ത് വയ്ക്കുക. ഓഡിയൻസ് സെലക്ഷൻ, പ്ലാറ്റ്ഫോം സെലക്ഷൻ, ഗോൾ സെലക്ഷൻ. ഫസ്റ്റ് ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക. നമ്മുടെ ബ്രാൻഡ് ഫോക്കസ് ചെയ്യുന്ന ഓഡിയൻസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം ആദ്യം തന്നെ. അവരെ ഇൻട്രസ്റ്റ്, ഏജ്, ജെൻഡർ കാര്യങ്ങളെല്ലാം വെച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം. ഒരു കാര്യം മാത്രം നോക്കി മനസ്സിലാക്കരുത്. എല്ലാ കാര്യവും കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക. അടുത്തത് പ്ലാറ്റ്ഫോം സെലക്ഷൻ. ഇതിൽ വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ കോണ്ടൻസും എല്ലാ പ്ലാറ്റ്ഫോംസിലും വർക്ക് ആവില്ല. പറഞ്ഞൊരു എക്സാമ്പിൾ ലിങ്ക്ഡിനും ഇൻസ്റ്റാഗ്രാമും തന്നെയാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഓഡിയൻസിന് അനുസരിച്ചിരിക്കും നമ്മൾ പ്ലാറ്റ്ഫോമും ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു B2B മാർക്കറ്റേഴ്സിനാണെങ്കിൽ ലിങ്ക്ഡിനിൽ കിട്ടുന്ന ആക്സെപ്റ്റൻസ് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടൂല. അതേപോലെ ഒരു ഇ-കൊമേഴ്സ് മാർക്കറ്റിങ്ങിനാണെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ആക്സെപ്റ്റൻസ് ലിങ്ക്ഡിനിൽ കിട്ടൂല. ലിങ്ക്ഡിനിൽ കിട്ടില്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഗോൾ സെലക്ഷൻ. നമുക്ക് ഒരു ഗോൾ ഉണ്ടാവില്ല. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് തന്നെ ഒരു ഗോൾ ഫിക്സ് ചെയ്തിട്ടായിരിക്കും. അല്ലാതെ യാതൊരു ലക്ഷ്യമില്ലാതെ ഇറങ്ങി തിരിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. ഇപ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ്റെ ഒരു എയിം അല്ലെങ്കിൽ ഗോൾസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പലതും ഉണ്ട്. ബ്രാൻഡ് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാവാം, ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം, കൺവേർഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാവാം, ഇല്ലെങ്കിൽ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ആൾക്കാർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടും ആവാം. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെക്കണം. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് പെയ്ഡ് ടാക്ടിക്സ്. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ആൻഡ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലും വരുന്ന കാര്യം തന്നെയാണ്. അതിനും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം, ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. ഇനി ഒരു ചുരുക്കിയ വേർഷൻ ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഫണ്ടമെൻ്റലി ഇറ്റ് ചേഞ്ചസ് ബ്രാൻഡ് കൺസ്യൂമർ റിലേഷൻഷിപ്പ്. ഒരു ലോക്കൽ ടു ഗ്ലോബൽ ജയൻറ്റ് വരെയുള്ള ബ്രാൻഡ്സിന് കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടും. പിന്നെ ഇതിലൂടെ ബ്രാൻഡ് ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും പറ്റും, ട്രസ്റ്റും കൂട്ടാം. ആൻഡ് ദെൻ ഓഡിയൻസിനെ ലിസൺ ചെയ്ത് നിൽക്കുന്നവർ, ഓഡിയൻസിൻ്റെ റിവ്യൂസിനെ കൺസിഡർ ചെയ്യുന്നവർ, ടൂൾസിനെല്ലാം ക്രിയേറ്റീവായി യൂസ് ചെയ്യുന്നവർ വിൽ ഗ്രോ ഫോർ ഷുവർ. അപ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബിയോണ്ട് ദിസ് അറിയാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഹാക്കർ വിൽ ഹെൽപ്പ് യു. ബൈ.